ഐസുകട്ടയിൽ പെയിന്റ് ചെയ്ത് 70 അടി വലിപ്പത്തിൽ മഹാദേവ ചിത്രം. ലേ ലഡാക്കിലെ കൈലാസപർവ്വത താഴ്വരകളിൽ കൊടുംതണുപ്പിൽ ഐസുകട്ടയായി മാറിയ പ്രതലത്തിലാണ് ഡാവിഞ്ചി സുരേഷിന്റെ 98ാമത്തെ മീഡിയമായ ഐസുകട്ടയിലെ പെയിന്റിംഗ് ശിവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് 70 അടി വലിപ്പത്തിൽ പൂർത്തീകരിച്ചത്. കേരളത്തിൽ ഐആം റിട്രീറ്റ്സിന്റെ സംരംഭമായ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ സഹായത്തോടെയുമാണ് ലോകത്തിലെ ആദ്യത്തെ ഐസിലുള്ള കളർഫുള്ളായ ഏറ്റവും വലിയ ചിത്രം ശ്രീ ഡാവിഞ്ചി സുരേഷിന് തീർക്കാനായത്. ഫെബ്രുവരി 9 പുതിയ ദൗത്യവുമായി ഡാവിഞ്ചി സുരേഷും സംഘവും ലഡാക്കിലെത്തിയത്. കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് പ്രതിനിധി ആചാര്യ ആർ വിശ്വനാഥൻ, ക്യാമറാമാൻ സിംബാദ്, സുരേഷിന്റെ മകൻ ഇന്ദ്രജിത് ഡാവിഞ്ചി എന്നിവരാണ് ലഡാക്ക് ലേയിലെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ എമൽഷൻ സ്റ്റെയിനറുകൾ ഉപയോഗിച്ച് -12 ഡിഗ്രി തണുത്ത കാലാവസ്ഥയിൽ ഐസുകട്ടയായി ഉറച്ചുകിടക്കുന്ന പ്രതലത്തിൽ 6 മണിക്കൂർ കൊണ്ട് 70 അടി വലുപ്പത്തിൽ ചിത്രം വരച്ചെടുത്തത്. ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടടക്കുന്ന ഒരാഗ്രഹമാണ് ഐസുകട്ടയിൽ പെയിന്റ് അടിക്കുക എന്നുള്ളത്. അതിന് ഒരുപാട് ആളുകളായിട്ട് നമ്മൾ പരിശ്രമിച്ചെങ്കിലും അവസാനം നമ്മൾ ഈ ഒരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു ലേ ലഡാക്കിൽ ഇങ്ങനെ ഒരു ഐസുകട്ടയിൽ നമ്മളിങ്ങനെ ഒരു വലിയൊരു മഹാദേവന്റെ ചിത്രം ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്നത് ശരിക്കും പറഞ്ഞാൽ കൈലാസം മെഡിറ്റേഷൻ ആശ്രമത്തിന്റെ പ്രതിനിധി കൂടിയായിട്ടുള്ള ആചാര്യ ആർ വിശ്വനാഥാണ്. അദ്ദേഹം കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു പ്രൊജക്റ്റാണ് ഈ ഒരു മെഡിറ്റേഷൻ ആശ്രമം ട്രസ്റ്റ്. ആ ട്രസ്റ്റിനെ കുറിച്ചൊരു 2 വാക്ക് സംസാരിക്കുമോ? അത് തന്നെ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാരതത്തിലെങ്ങും ശരിക്കും ലോകമെങ്ങും അറിയപ്പെടേണ്ട ഒരു വളരെ വലിയ ഈശ്വരാനുഗ്രഹമുള്ള ഒരു കലാകാരനാണ് ശ്രീ ഡാവിഞ്ചി സുരേഷ്. ഞാൻ നേരെ നിർത്തിക്കൊണ്ടെന്ന് പറയുന്നതല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹകരണത്തോടെയാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയൊരു, കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ കാര്യം ഇടുക്കിയിൽ നമ്മൾ ആലോചിക്കുന്നത്. കേരളത്തിൽ അതിൽ 81 അടിയുള്ള ഒരു വലിയൊരു മഹാദേവൻ്റെ ഒരു വലിയൊരു രൂപത്തോടു കൂടിയാണ്. ആ രൂപം നിർമ്മിക്കുന്നതും മറ്റേ സുരേഷ് ഏട്ടനാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങൾ, അങ്ങനെ ഒരു മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഇത് നമ്മുടെ ഐആം റിട്രീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ 2ാമത്തെ ഒരു സംരംഭമാണ് കൈലാസം മെഡിറ്റേഷൻ ആശ്രമം. ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ ആശ്രമ സങ്കല്പങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകമെങ്ങും നാളെ നമ്മൾ ഈ കൈലാസം മെഡിറ്റേഷൻ ആശ്രമം, അതിനോടനുബന്ധിച്ചുള്ള കൈലാസം ഗ്ലോബൽ ട്രസ്റ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള അവസരം, അനുഗ്രഹം ഭഗവാൻ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ഇന്നോവേറ്റീവായിട്ട് എന്താണ് നമുക്ക് പുതിയതായിട്ട് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ മെഡിറ്റേഷൻ ആശ്രമത്തിൻ്റെ മഹാദേവൻ്റെ ഏറ്റവും വലിയ, കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും സൗത്ത് ഇന്ത്യയിലും വലുതുമായ ഒരു പൂർണ്ണകായ ശിവൻ്റെ രൂപമാണ് നമ്മൾ അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയും ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളുമെല്ലാം ഇതുപോലൊരു കാര്യത്തിന് വേണ്ടി ഇത്രയും 3 വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആരും ചെയ്യില്ല. എല്ലാവരും എന്തെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കി അപ്പോൾ തന്നെ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നവരാണ്. പക്ഷേ നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് മഹാദേവൻ എന്ന ഈ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും അതൊരു ജീവിതത്തിലൊരു പാഠമാവട്ടെ. അദ്ദേഹത്തിന് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ.